സാരീസിൻ്റെ ഒരു കളക്ഷനാണ്. സാരീസിൻ്റെ കളക്ഷനിൽ ഒരു അസോർട്ടഡ് കളക്ഷൻ ഓഫ് സാരീസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പല മെറ്റീരിയലിലും പല റേഞ്ചിലും വരുന്ന സാരീസാണ്. നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. അപ്പോൾ അതിനകത്ത് അതിൻ്റെ വർക്കും അതിൻ്റെ റേറ്റും എല്ലാം ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു പിസ്ത ഗ്രീനിൻ്റെ ഒരു ഡസ്റ്റി ടോണിലേക്ക് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് കണ്ടോ. ഇതേപോലെയാണ്, നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാട്ടോ. ഒരു പേസ്റ്റൽ ഷെയ്ഡിലേക്കൊക്കെ വരും. അതിനകത്ത് വർക്ക് വന്നിരിക്കുന്നത് ഇതേപോലെയാണ്. ബോർഡറിൽ ഇതേപോലെ ഒരു ത്രെഡിൻ്റെ വർക്കും, എന്നിട്ട് നമുക്ക് ചെറിയ ഗോൾഡൻ ആൻഡ് റോസ് ഗോൾഡ്, ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് പിന്നെ ത്രെഡിൻ്റെ വർക്ക്, അങ്ങനെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻസിലാണ് വന്നിരിക്കുന്നത്. 1750 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ബോഡിയിലെ ഡിസൈൻ കണ്ടോ, ഇതേപോലെയാണ്. അതും അതേപോലെ തന്നെ ത്രെഡ്, ഒരു റോസ് ഗോൾഡ്, ഒരു ഗോൾഡൻ സെറി, ആ ഒരു വി പാറ്റേണിൽ വന്നിരിക്കുന്ന വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് കോൺട്രാസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ ഒരു ഗ്രേ ബ്രൗൺ ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡിലേക്കാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. ബ്ലൗസിലും ആ ഒരു ചെറിയ വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 1750 റേഞ്ചിലാണ്. വൺ സൈഡ് ഫുൾ ഇങ്ങനെ നമുക്ക് ഈ ബോർഡർ ഉണ്ട്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം. റഫ് യൂസ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. അങ്ങനത്തെ മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ലോവർ പോർഷനിലാണ് ആ വർക്ക് വന്നിരിക്കുന്നത്. എന്നിട്ട് അവിടെ ഇതേപോലെ ഒരു ഫെദറിൻ്റെ ഷേപ്പിലുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, നമുക്ക് പെട്ടെന്നൊക്കെ ഉടുത്തുകൊണ്ട് പോകണമെങ്കിൽ നമുക്ക് ഉടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ. 1750. അടുത്തത് വരുന്നത് നമുക്കൊരു പിങ്കിൻ്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ ടോണാണ് പിങ്കിലും വന്നിരിക്കുന്നത്. അതിനകത്ത് ഇതേപോലെ ഒരു ത്രെഡ് വീവ് ഡിസൈനിൽ ഇതേപോലെയാണ് അതിനകത്ത് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത് ഓൾ ഓവർ ദ ബോഡിയിൽ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1750. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഒരു വർക്കിൽ വന്നിരിക്കുന്ന ഒരു പിസ്ത ഗ്രീനിൻ്റെ ഒരു ടോണുണ്ട്. ആ ടോണിൽ വന്നിരിക്കുന്ന ബ്ലൗസിൽ ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ വർക്ക് വരും. ഇത് നമ്മൾ പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ലോവർ ഹാഫിലായിരിക്കും ഈ ഒരു വർക്ക് വരുന്നത്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാട്ടോ. ട്രാൻസ്പെറൻ്റ് അല്ല. നമുക്ക് 1 ലെയർ ഇട്ട് കൊടുക്കേണ്ടവർക്ക് 1 ലെയർ ഇട്ട് കൊടുക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. അടുത്തത് വരുന്നതും ഇത് പിങ്ക് എന്ന് പറയുമ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതാണ് കളറ്. ഇതിനകത്ത് ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ ഒരു എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. ഇതിൻ്റെ നല്ലൊരു ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ത്രെഡിൻ്റെ എംബ്രോയ്ഡറി വർക്ക്. ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. ബേജ് ടോണിൽ ഇതേപോലെ ആ സെയിം കളർ ടോണിലുള്ള എംബ്രോയ്ഡറി ചെറിയ ചെറിയ ഡിസൈൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1750. ഇതെല്ലാം പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഹാഫ് പോർഷനിലായിരിക്കും കേട്ടോ അതിൻ്റെ വർക്ക് വരുന്നത്. ഇതും ഒരു പിങ്കിൽ വന്നിരിക്കുന്ന കളറ്. സ്ലൈറ്റ്ലി പിങ്ക് പീച്ച് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. ഇതിനകത്ത് ഇങ്ങനെ ഒരു സ്ക്വയർ പാറ്റേണിൽ ത്രെഡിൻ്റെ എംബ്രോയ്ഡറിയാണ് വന്നിരിക്കുന്നത്. ഇതൊരു കോസാട്ടസർ മെറ്റീരിയലിൽ വന്നിരിക്കുന്ന സാരി. 2750 ഇതിൻ്റെ റേറ്റ് വരുന്നത്. 2750. ഇതാണ് അതിൻ്റെ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ ലോവർ പോർഷനിലാണ് ആ ഒരു വർക്ക് വരുന്നത്. 2750. ഇതിൻ്റെയും നമുക്ക് ബ്ലൗസ് നോക്കട്ടെ കേട്ടോ. ബ്ലൗസ് പ്ലെയിൻ അല്ലേ? ബ്ലൗസ് പ്ലെയിൻ. നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എംബ്രോയ്ഡറി വർക്കും നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്ക്. മുന്താണിയിലേക്ക് വരുമ്പോൾ അല്പം കൂടെ ആ വലിപ്പം കൂടിയിട്ടുള്ള ഒരു വർക്ക്. ഇതൊരു കോസ ടസർ മെറ്റീരിയൽ, നമുക്കൊരു ടസറൊക്കെ കൊടുക്കുന്ന അതേ ഫീലിൽ നിൽക്കുന്ന മെറ്റീരിയൽ. ഇതും നമുക്ക് സെമി സിൽക്കിൽ തന്നെ വന്നിരിക്കുന്ന മെറ്റീരിയൽ. ഇത് ഒരു പിങ്കിൻ്റെ ഒരു ടോണിലേക്ക് വരും. ഇതിന് ബോഡിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഡിസൈൻ വന്നിട്ട് ബോർഡർ, വൺ സൈഡ് ബോർഡർ ഇതേപോലെ വരും. 1750 അതിനകത്ത് പിങ്ക് ആൻഡ് ബേജ് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. പിങ്കും ബേജും കൂടെയുള്ള കോമ്പിനേഷൻ. അടുത്തത് വരുന്നത് നമുക്ക് ആ കോസ ടസർ മെറ്റീരിയലിൽ അതിനകത്ത് ഇതിൻ്റെ മെറ്റീരിയൽ ബോഡിയിൽ കണ്ടോ ചെറിയൊരു റിങ്കിൾഡ് ഫോമിൽ നല്ല സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. നമുക്ക് ഉടുക്കാൻ നല്ല കംഫർട്ടബിളാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3950. ഇതിൻ്റെ ബോർഡറിലെ വർക്ക് കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു വർക്ക്.
3650 3650. ഞാൻ തിരിച്ചു പിടിച്ചപ്പോൾ 9 ആയിട്ട് ഇതേപോലെ കണ്ടോ, ഒരു ഗോൾഡൻ സെറിയുടെ വർക്കും ഇറഗുലർ ആയിട്ടുള്ളൊരു സ്കാലപ്പ് പാറ്റേണിൽ പോലെയാണ് അതിൻ്റെ ബോർഡറും ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 2 ബോർഡറിലും അങ്ങനെ തന്നെ. എന്നിട്ട് അതിൻ്റെ ബോഡിയിൽ നമുക്ക് ഈ ചെറിയ വർക്കും വരും, അതേപോലെ ചെറിയൊരു കട്ട് വർക്കിൻ്റെ പോലുള്ളൊരു പാറ്റേണും കൂടെ ബോഡിയിൽ കൊടുത്തിട്ടുണ്ട്. 3650. മുന്താടിയിലേക്കും ആ ഒരു സെയിം വർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസിൽ ഈ ഒരു വർക്ക് ഇതേപോലെ ഒരു വർക്കാണ് ബ്ലൗസിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഫുൾ ഇങ്ങനെ തന്നെ നമ്മൾ പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ആ വർക്ക് ഹാഫായിട്ടായിരിക്കും താഴേക്ക് വരുമ്പോൾ എല്ലാ എംബ്രോയ്ഡറി സാരിയിലും വരുന്ന പോലെ തന്നെ. ഇതിൻ്റെ ഒരു കളറ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡസ്റ്റി പർപ്പിൾ, ഒരു ബ്രൗൺ പർപ്പിൾ ബ്ലെൻഡ് ആയിട്ടുള്ള പോലെയുള്ള ഒരു ടോൺ. എന്നാൽ എക്സാക്റ്റ് ബ്രൗണും അല്ല, ഒരു പർപ്പിളിൻ്റെ തന്നെ ഒരു ഡസ്റ്റി ടോണിലേക്ക് വരുന്നു. അടുത്ത വരുന്നൊരു സീ ഗ്രീൻ ഷെയ്ഡ്, ആ സെയിം റേറ്റ് ആൻഡ് സെയിം മെറ്റീരിയൽ തന്നെ. സീ ഗ്രീൻ 3650. സെയിം പാറ്റേൺ. അടുത്തത് വരുന്നത് നമുക്കൊരു പീച്ച് ആ ഒരു ടോണിലേക്ക് വരും. ആ ഒരു ടോണിലേക്ക് വന്നിട്ട് ബോർഡർ ഇതേപോലെ നമുക്ക് ഒരു എംബ്രോയ്ഡറി വർക്ക് വരും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2990. ഇതിൻ്റെ ബോഡിയിലേക്ക് ഈ ഒരു ഡിസൈനാണ് വരുന്നത്. 2 സൈഡിലും ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വരും. നല്ലൊരു ഡസ്റ്റി ഗ്രീൻ ടോണിലേക്ക് വരുന്ന എംബ്രോയ്ഡറി വർക്ക്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് പ്ലെയിൻ ബ്ലൗസ്, സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസ്. ഇത് ബോഡിയിൽ ഡിസൈൻ വന്നിട്ട് 2 ബോർഡറിലും എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്കൊരു സെമി സിൽക്ക്, നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു പിങ്ക്, ഒരു ഡസ്റ്റി പിങ്ക് ടോണിലേക്ക് നല്ലൊരു പിങ്കിൻ്റെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. അതിനകത്ത് ഇതേപോലെ ബോത്ത് സൈഡ്സ് എംബ്രോയ്ഡറി വർക്ക്. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ. അടുത്തത് വരുന്നത് നമുക്ക് അതേപോലെ ആ ഒരു, ഞാൻ ആദ്യം ബോർഡറിൽ ഡിസൈൻ കാണിച്ച ഒരു സാരി ഇല്ലായിരുന്നു, അതേ മെറ്റീരിയൽ തന്നെ, നല്ല ലൈറ്റ് വെയ്റ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ബോഡിയിൽ ഇതേപോലെ ഒരു മൾട്ടി കളർ, അതായത് ഗ്രീൻ, റോസ് ഗോൾഡ് അങ്ങനെ ഒരു സെറിയുടെ വ്യൂ പാറ്റേൺ ചെയ്തിട്ട് ബോഡിയിലേക്കും ബോർഡറിലേക്കും ഇങ്ങനെ വരും. എന്നിട്ട് ബോർഡറിൽ ഇങ്ങനെ ഒരു കാന്ത വ്യൂ പോലെയുള്ള ഒരു ഡിസൈനും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3650 തന്നെ. മുന്താണിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു കളർ കോമ്പിനേഷനിലുള്ള വർക്കാണ് മുന്താണിയിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഫുൾ ബോഡി നല്ലൊരു ലീഫ് ഗ്രീൻ്റെയൊക്കെ ഒരു ഷെയ്ഡാട്ടോ. ഇതിൻ്റെ കയ്യിലേക്ക് ആ സെൽഫ് ടോണിൽ തന്നെ വന്നിരിക്കുന്ന ഒരു എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സെൽഫ് കളർ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് 2 സ്ലീവിലും കൊടുക്കാനായിട്ടുള്ളത്. ഈ സൈഡിൽ 2 സൈഡിലും കൊടുക്കാനുള്ള ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. 3650. ഇതിൻ്റെ മെറ്റീരിയൽ നല്ല മെറ്റീരിയലാട്ടോ, നമുക്ക് ഉടുത്താൽ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. ഒരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉടുക്കണമെങ്കിൽ നമുക്ക് ഉടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽ. അടുത്ത് വരുന്നത് നമുക്ക് സെമി സിൽക്കിൽ തന്നെ ഒരു ബേജ് ടോണിൽ ഇതേപോലെ ബോഡിയിലും ഇതേപോലെ ഒരു എംബ്രോയ്ഡറി വർക്ക്. എന്നിട്ട് ബോർഡറിലേക്ക് ഈ ഒരു വർക്ക് വരും. 1750. ഇതിനകത്ത് ആ ഒരു ബോർഡർ കളറിൽ കൊടുത്തിരിക്കുന്ന പിങ്കാണ് ബ്ലൗസ് പെയർ ചെയ്തിരിക്കുന്നത്. പിങ്കിൽ ചെറിയ ചെറിയ ഈ ഒരു ബേജ് ടോണിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക്. 1750. അടുത്തത് വരുന്നതും ആ പാറ്റേണിൽ തന്നെ സെമി സിൽക്കിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക് ഇതേപോലെയാണ്. ഇതും ഒരു ബേജിൻ്റെ ഒരു ലൈറ്റർ ടോണിലേക്ക് വരും. ഇതിനകത്തും ആ ഒരു പിങ്ക് ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. ഇങ്ങനെ ഈ ഒരു പിങ്ക് ടോണിലേക്ക് തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. 1750. അടുത്തത് വരുന്നത് ഇതും നമുക്കൊരു സെമി ടെസർ ഫീലിലേക്ക് വരുന്ന മെറ്റീരിയൽ. ഇത് പ്രിൻ്റഡ് ആണ്, ബോഡി പ്രിൻ്റഡ് ആയിട്ട് അതിൻ്റെ ബോത്ത് സൈഡ്സ് ഇതേപോലെ ഒരു പോയിൻറ്റഡ് എംബ്രോയ്ഡറി വർക്കാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2890, 2890. മുന്താടിയിലേക്ക് വരുമ്പോഴും ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. മുന്താടിയിലേക്ക് വരുമ്പോഴും ആ ഒരു എംബ്രോയ്ഡറി വർക്ക് കണ്ടിന്യൂ ചെയ്ത് വരും. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബ്ലൗസ് എങ്ങനെയാണ്, സെയിം പ്രിൻ്റഡ് തന്നെയല്ലേ, പ്രിൻ്റഡ് തന്നെയായിട്ടുള്ള ബ്ലൗസ്. ബോഡിയിൽ ഈ സെയിം പ്രിൻ്റ് തന്നെ വരുന്ന ബ്ലൗസ്.
ഇതൊക്കെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസാണ് കേട്ടോ, വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സാരീസാണ്. അടുത്തത് വരുന്നത് നമുക്ക് പിങ്കിൽ ഇതേപോലെ ചെറിയ ഡിസൈൻ വരും. എന്നിട്ട് കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2890, 2890. മുന്താണിയിലേക്ക് വരുമ്പോഴും ഇതേപോലെ കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഡോട്ട് ഡിസൈനിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. ഇതൊരു പിങ്ക് ടോണാണ് കേട്ടോ, പിങ്കിൽ വന്നിരിക്കുന്ന സാരി. അടുത്തത് വരുന്നതും പിങ്കിൽ തന്നെ. അതിൻ്റെ കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി വർക്കിന് ഒരു ഡിഫറൻസ് ഉണ്ട്. കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി വർക്ക് ഇതേപോലെ വേറൊരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ, ഇതാണ് അതിൻ്റെ കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി വർക്കിൻ്റെ പാറ്റേൺ. ബ്ലൗസൊക്കെ ആ ഡോട്ട് ഡിസൈനിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. അടുത്തത് വന്നിരിക്കുന്ന പീച്ച് ടോൺ. പീച്ചിൽ ഇതേപോലെയാണ് എംബ്രോയ്ഡറി ആൻഡ് കട്ട് വർക്ക് ഇങ്ങനെ വരും. ഇത്രയുമാണ് നമ്മുടെ സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്